രാജ്യന്ദ്രത്തിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക ബൈജു. നോക്കാം പ്രധാന വാർത്തകൾ. We have the Chinese, and the Prime Minister has denied it, and the army has contradicted the Prime Minister. It's true. The Prime Minister has denied it. ചൈനയെ വീണ്ടും വാനോളം പുകഴ്ത്തി രാഹുൽ എം പി. ഭാരതം ചൈനയേക്കാൾ 10 വർഷം പിന്നിലെന്ന് രാഹുൽ. രാജ്യത്തിന്റെ 4000 ചതുരശ്ര കിലോമീറ്റർ ചൈനയുടെ കയ്യിലെന്നും വിവാദ പരാമർശം. രാഹുൽ നടത്തിയത് രാജ്യവിരുദ്ധ പരാമർശമെന്ന് BJP. തെളിവുകൾ ആവശ്യപ്പെട്ട് സ്പീക്കർ. രാഹുൽ പറയുന്നത് പച്ചക്കള്ളമെന്ന് കിരൺ റിജിജു. കേരളത്തിൽ BJPയുടെ വളർച്ച തുറന്ന് സമ്മതിച്ച് CPM. പാർട്ടി കോട്ടകളിൽ വരെ വിള്ളലുണ്ടായി. BJPയെ ചെറുക്കാൻ കോൺഗ്രസിന്റെ കൂട്ട് തുടരണമെന്നും CPM കരട് പ്രമേയം. മഹാകുംഭമേളയെ അധിക്ഷേപിച്ച ജോൺ ബ്രിട്ടാസിനെതിരെ പ്രതിഷേധം ഇരമ്പുന്നു. സ്വന്തം മതവിശ്വാസത്തെ പിന്തുടരുന്ന ബ്രിട്ടാസിന് സനാതനധർമ്മത്തെ വിമർശിക്കാൻ അവകാശമില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ. മഹാത്മാഗാന്ധി അടക്കം കുംഭമേളയിൽ പങ്കെടുത്ത കാര്യം CPM നേതാവ് ഓർക്കണമെന്നും BJP സംസ്ഥാന ഉപാധ്യക്ഷ. യൂറോപ്യൻ യൂണിയന് ട്രംപിന്റെ മുന്നറിയിപ്പ്. അധിക താരിഫ് ചുമത്താൻ നീക്കം. നടപടി കാനഡയ്ക്കും ചൈനയ്ക്കും താരിഫ് ചുമത്തിയതിന് പിന്നാലെ ബ്രിട്ടനുമായി ധാരണയ്ക്ക് തയ്യാറെന്നും ട്രംപ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. നാളത്തെ നിശബ്ദ പ്രചരണം. ബുധനാഴ്ച രാജ്യതലസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക്. റിപ്പോർട്ടുകളിലേക്ക്. ഭാരതത്തെ ലോക്സഭയിലും ഇകഴ്ത്തി പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ചൈന പ്രേമം. ഭാരതം ചൈനയേക്കാൾ 10 വർഷം പിന്നിലാണെന്ന് ലോക്സഭയിൽ പറഞ്ഞ രാഹുൽ കടന്നു കയറാൻ ചൈനയ്ക്ക് ധൈര്യം നൽകുന്നത് അവരുടെ വ്യാവസായിക വളർച്ചയാണെന്നും ആരോപിച്ചു. ചൈന ഭാരതത്തിന്റെ 4000 ചതുരശ്ര കിലോമീറ്റർ കൈവശം വച്ചിരിക്കുന്നതായി പറഞ്ഞ രാഹുലിനോട് തെളിവുകൾ മേശപ്പുറത്ത് വയ്ക്കാൻ സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. അതേസമയം രാജ്യസുരക്ഷയെക്കുറിച്ച് രാഹുൽ തെറ്റായ വിവരങ്ങൾ ആരോപിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം ലോക്സഭയിൽ പ്രതിഷേധം തീർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നല്ല ആശയമാണെന്നും എന്നാൽ അത് പരാജയപ്പെട്ടുവെന്നും ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ പറഞ്ഞു. ചൈനീസ് കടന്നുകയറ്റത്തിന് കാരണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പരാജയമാണ്. ചൈന ഇന്ത്യയുടെ 4000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടന്നുകയറിയെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച പ്രധാനമന്ത്രിയെ സേന തള്ളിയെന്നും രാഹുൽ ലോക്സഭയിൽ ആരോപിച്ചു. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ചൈന ഇന്ത്യയേക്കാൾ 10 വർഷം മുന്നിലാണ്. ഇന്ത്യയിൽ കടന്നുകയറാൻ ചൈനയ്ക്ക് ധൈര്യം നൽകുന്നത് അവരുടെ വ്യാവസായിക വളർച്ചയാണെന്നും രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. The fact of the matter is that China has an industrial system that is far stronger, far bigger than our industrial system. And that is why they have the guts to come inside this country. The reason China is sitting inside this country is because Make in India has failed. The reason China is sitting inside this country is because India is refusing to produce. And I am worried that India is going to give up this revolution to the Chinese once again. അതേസമയം രാജ്യസുരക്ഷയെക്കുറിച്ച് രാഹുൽ പറയുന്നത് തെറ്റായ കാര്യങ്ങളാണെന്നും വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന് വ്യക്തമാക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചോദിച്ചു. രാഹുലിന്റെ ആക്ഷേപങ്ങൾ സംബന്ധിച്ച തെളിവുകൾ സഭയിൽ വെക്കാൻ സ്പീക്കർ ഓം ബിർളയും ആവശ്യപ്പെട്ടു. उसके तथ्यों को सदन के पटल पे रखना। मेरा अनुरोध है, लीडर ऑपोजिशन बोले, हम लोग शांति से सुनेंगे, ये आपका अधिकार है बोलने का, मगर आप मन चाहे ऐसा सीरियस इशू पे कैसे बोल सकते हैं? सीरियस मामला है। आप सदन में से बोलते हो, फॉरेन मिनिस्टर का बात बोलते हो, सीमा का बात ऑफिशियल पर्सन से अलग बात करते हैं, ऐसा मत बोलिए, ये देश के लिए ठीक नहीं है। आपको सीरियस होना पड़ेगा लीडर ऑफ ऑपोजिशन। ये गंभीर मामले को आप ऐसा. കഴിഞ്ഞ വർഷം അമേരിക്കയിലെ ടെക്സസ് സർവകലാശാലയിൽ ചൈനയെ പ്രശംസിച്ചും ഭാരതത്തെ ഇകഴ്ത്തിയും രാഹുൽ പ്രസംഗിച്ചിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ ഇടപാടുകളാണ് രാഹുലിന്റെ ചൈനീസ് പ്രേമത്തിന് പിന്നിലെന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. ജനം, ഡൽഹി.
ുള്ള രാഷ്ട്രീയ സഖ്യം തുടരുമെന്ന് CPM പാർട്ടി കോൺഗ്രസിന്റെ കരട് രാഷ്ട്രീയ പ്രമേയം. RSSനെയും ഹിന്ദുത്വ ശക്തികളെയും എതിർക്കാൻ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഹിന്ദുത്വ വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുമെന്നതിനാൽ AI വികാസം നിയന്ത്രിക്കണമെന്നും CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കരട് പ്രമേയം ആവശ്യപ്പെടുന്നു. കേരളത്തിൽ BJPയെ പ്രതിരോധിക്കുന്നതിൽ പാളിച്ച സംഭവിച്ചതായും കരട് പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ BJPയെ പ്രതിരോധിക്കുന്നതിൽ പാളിച്ച സംഭവിച്ചതായി ലോക്സഭാ ഫലം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയപരമായും പ്രത്യയശാസ്ത്രപരമായും പാർട്ടിയുടെ ബലഹീനത ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു 2024 കേരളത്തിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി. ഇത് മറികടക്കാൻ പദ്ധതികൾ വേണം. BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാകാം. കോൺഗ്രസുമായുള്ള സഖ്യം മതേതര വിശാലൈക്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണെന്നും അത് തുടരുമെന്നും 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു. RSSനെയും ഹിന്ദുത്വ ശക്തികളെയും എതിർക്കാൻ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രത്യേകമായി ഹിന്ദുത്വ വിരുദ്ധ ക്യാമ്പയിനുകൾ ആരംഭിക്കണം. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും സമമല്ലെന്ന് കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ പ്രമേയത്തിൽ പറയുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ CPM സ്വാധീനമില്ലാതാക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നു. മതമൗലികവാദികളെ ചെറുത്ത് മുസ്ലിങ്ങളെ മതേതര വേദികളിൽ എത്തിക്കണമെന്നും കരട് പ്രമേയത്തിൽ ആഹ്വാനമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിൽ ഇല്ലാതാക്കുമെന്ന് പ്രമേയത്തിൽ പറയുന്നു. AI ദുരുപയോഗം വ്യാപകമായതോടെ സ്വകാര്യത ലംഘിക്കുന്നു. AI വികാസത്തെ നിയന്ത്രിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്നും ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി. കേരളത്തിന് ഈ റെയിൽവേ ബജറ്റിൽ അനുവദിച്ചത് 3042 കോടിയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ 35 സ്റ്റേഷനുകൾ നവീകരിക്കും. റെയിൽവേ സുരക്ഷയ്ക്ക് കൂടുതൽ തുക വകയിരുത്തും. നമോ ഭാരത് ട്രെയിനുകൾ റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചു. 50 നമോ ഭാരത് ട്രെയിനുകൾ, 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ, 100 അമൃത് ഭാരത് ട്രെയിനുകൾ എന്നിവ കൂടി വരുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. UPA സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ റെയിൽ വിഹിതം 8 ഇരട്ടിയായാണ് മോദി സർക്കാർ വർദ്ധിപ്പിച്ചത്. ഈ ബജറ്റിൽ കേരളത്തിനായി നീക്കിവെച്ചത് 3142 കോടി. സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കും. 2550 കോടി ചെലവിൽ 8 സ്റ്റേഷനുകളുടെ നവീകരണം തുടരുന്നതിനിടെയാണ് 35 സ്റ്റേഷനുകളെ കൂടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. More and more trains to run in entire country, in Tamil Nadu, in Kerala, in Karnataka, everywhere we want to have more and more trains to run. And for that we need to construct more and more tracks. And for that we need land. So that's why we are very, very requesting with all humility, all the state governments and many state governments, we are getting very good support, very proactive support in many state governments, so that we are able to construct at a faster rate. 2024 ശേഷം 125 കിലോമീറ്റർ പുതിയ റെയിൽപാത കേരളത്തിൽ നിർമ്മിച്ചു. 419 കിലോമീറ്റർ പാതയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 493 കിലോമീറ്റർ വൈദ്യുതീകരിച്ചതായും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. 2014 ശേഷം 114 ഫ്ലൈ ഓവറുകളും അണ്ടർ ബ്രിഡ്ജുകളും നിർമ്മിച്ചതായും അശ്വിനി വൈഷ്ണവ് ഡൽഹി റെയിൽ ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനം, ഡൽഹി. ശബരിപാത വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ശബരിപാതയ്ക്കായി ത്രിതല കക്ഷി കരാർ ഒപ്പിടാൻ കേരളത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ കേരളം ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. But Sabri Rail I have already informed in the past. We have requested the state government to sign that tripartite between state and center and RTI. Any route change? They haven't yet. State government not at responsibility. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്റെ പ്രസംഗത്തെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിവാദങ്ങൾക്ക് പിന്നാലെ തന്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം പുറത്തുവിടാനുള്ള ധൈര്യം മാധ്യമങ്ങൾ കാണിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. BJP കേരള സെൽ മയൂർ വിഹാറിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ വിവാദമാക്കിയത്. മുന്നോക്ക വിഭാഗത്തിന്റെ ഉന്നമനത്തിന് ട്രൈബൽ മന്ത്രിമാരും ട്രൈബൽ വകുപ്പ് കൈകാര്യം ചെയ്യാൻ മുന്നോക്ക വിഭാഗക്കാരും വരണം. ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരം പരിവർത്തനം അനിവാര്യമെന്നതായിരുന്നു പ്രസംഗത്തിന്റെ ഉള്ളടക്കം. എന്നാൽ മുന്നോക്ക വിഭാഗക്കാർക്കായി വനവാസി വിഭാഗത്തിലെ മന്ത്രിമാർ വേണം എന്നത് ഒഴിവാക്കി ട്രൈബൽ വകുപ്പ് മുന്നോക്കക്കാർക്ക് നൽകണം എന്ന രീതിയിൽ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടു. ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല.
എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. പ്രസംഗം വളച്ചൊടിച്ച മലയാളം മാധ്യമങ്ങളെ വിമർശിച്ച് സുരേഷ് ഗോപി രംഗത്ത് വന്നു. വീഡിയോയുടെ പൂർണ്ണരൂപം പുറത്തുവിടാൻ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചു. നിങ്ങൾ ആദിവാസി വിരോധി എന്ന് ചിത്രീകരിക്കുന്ന താനാണ് ഇടമലക്കുടിയിലെയും വയനാട്ടിലെയും ആദിവാസികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയത്. ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായി ഓരോ ഭാരതീയനെയും തുല്യനായി കാണുക എന്ന അംബേദ്കറുടെ ആശയമാണ് പങ്കുവച്ചതെന്നും സുരേഷ് ഗോപി FB പോസ്റ്റിൽ കുറിച്ചു. BJPയോടുള്ള നിങ്ങളുടെ വൈരാഗ്യവും എന്നോടുള്ള ദേഷ്യവും തൃശൂരിലെയും കേരളത്തിലെയും ജനങ്ങളെ സേവിക്കാനുള്ള പ്രചോദനമാണ് നൽകുന്നതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ജനം, ഡൽഹി. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. നാളത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം ബുധനാഴ്ച രാജ്യതലസ്ഥാനം പോളിംഗ് ബൂത്തിലെത്തും. 699 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ള ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1.56 കോടി ജനങ്ങളാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദൻ, നമുക്കറിയാം ഭരണത്തിൽ, നിലവിലെ സർക്കാർ ഭരണത്തിൽ ജനങ്ങളെല്ലാം പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അന്തരീക്ഷ മലിനീകരണം തുടങ്ങി കുടിവെള്ള പ്രശ്നം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുമ്പോഴും രാജ്യതലസ്ഥാനത്ത് മതിയായ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കി കൊടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ മദ്യനയ അഴിമതി കേസ് മുതൽ നിരവധി അഴിമതി ആരോപണങ്ങൾ AP സർക്കാരിനെതിരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഡൽഹിയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ദേവിക, പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും പ്രചരണം വലിയ രീതിയിൽ കൊഴുപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു BJPയും ആം ആദ്മി പാർട്ടിയും നടത്തിയത്. 22 റോഡ് ഷോകളും റാലികളുമാണ് BJP ഇന്ന് മാത്രം സംഘടിപ്പിച്ചത്. മാത്രമല്ല, ഛത്രപൂർ, അതേപോലെ തന്നെ കൽക്കാജി നിയമസഭാ മണ്ഡലങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇന്ന് പൊതുയോഗങ്ങൾ നടന്നു. എന്നാൽ പരസ്യ പ്രചരണത്തിന്റെ ഈ അവസാന മണിക്കൂറുകളിലും അല്ലെങ്കിൽ അവസാന ദിവസവും കോൺഗ്രസ് ക്യാമ്പുകൾ നിർജീവമായിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ, അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ അടക്കം കേന്ദ്രമന്ത്രിമാരുടെ ഒരു വലിയ നിര തന്നെ BJPക്കായി പ്രചരണത്തിൽ സജീവമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. സ്ത്രീകൾക്കായുള്ള ധനസഹായം, അതേപോലെ തന്നെ മദ്യ കുംഭകോണം, ശീഷ് മഹൽ അഴിമതി, തൊഴിലില്ലായ്മ, ജലവിതരണം, അതേപോലെ തന്നെ അഴുക്കുചാൽ വിഷയം, വിഷവായു, മലിനമായ യമുന നദി, അതേപോലെ തന്നെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ BJPക്ക് ഒട്ടനവധി ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, BJP പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ യുവാക്കളും സ്ത്രീകളും തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും അവർക്ക് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയായിരുന്നു പുറത്തിറക്കിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അതിൽ സ്ത്രീകൾക്ക് സൗജന്യമായി എല്ലാ മാസവും 2500 രൂപ നൽകുന്ന പദ്ധതികൾ, അതേപോലെ തന്നെ pre-KG മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം, അതേപോലെ തന്നെ യുവാക്കൾക്ക്, പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവാക്കൾക്ക് 15000 രൂപ ധനസഹായം, അങ്ങനെ ഒട്ടനവധി. അതേപോലെ തന്നെ വീട്ടുജോലിക്കായി ക്ഷേമനിധി ബോർഡ്, അതേപോലെ തന്നെ അവർക്ക് 10 ലക്ഷം രൂപയുടെ വീട്ടുജോലി ചെയ്യുന്നവർക്ക് 10 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ്, 5 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ്, അവരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ്, അതേപോലെ തന്നെ 6 മാസത്തെ ശമ്പളത്തോടു കൂടിയുള്ള പ്രസവ അവധി അടക്കമാണ് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ സ്ത്രീകളെയും അതേപോലെ തന്നെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും അടക്കം ആകർഷിക്കുവാൻ ഉതകുന്ന പദ്ധതികൾ പ്രകടന പത്രികയിലൂടെ BJP മുന്നോട്ട് വെക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പ്രതിരോധം തീർക്കുവാൻ കാര്യമായി ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഈ മലിനീകരണ വിഷയത്തിൽ, പ്രത്യേകിച്ച് യമുന നദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ പ്രതിരോധത്തിലായിരിക്കുന്നു AAP എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഹരിയാന സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യം, ഹരിയാനയിൽ നിന്നും യമുന നദിയിൽ വിഷം കലർത്തുന്നു എന്നുള്ള ആരോപണം ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെ ഹരിയാന സർക്കാരും BJPയുടെ മുതിർന്ന നേതാക്കളടക്കം പ്രതികരിക്കുന്നു. മാത്രമല്ല, ഇന്ന് ഏറ്റവും ഈ പ്രചരണത്തിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുന്ന ഏറ്റവും ഒടുവിലെ മണിക്കൂറുകളിൽ കണ്ടത് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗമായ സ്വാതി മലിവാൾ യമുന നദിയിൽ നിന്നും വെള്ളം കോരി ഈ കെജ്രിവാളിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്.
700 കോടി രൂപയിൽ പരം ഈ യമുന നദിയുടെ ശുചീകരണത്തിനായി അനുവദിച്ചിരുന്നു. ആ ഫണ്ട് എവിടെയെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇങ്ങനെ ആം ആദ്മി പാർട്ടി സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 8-ാം തീയതി ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നു. വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ആം ആദ്മിക്കുണ്ടെങ്കിലും ആം ആദ്മി പാർട്ടി ക്യാമ്പുകൾ ഈ പ്രചരണ വിഷയത്തിൽ അടക്കം ഒരുപടി പിന്നോട്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPക്ക് കേന്ദ്രമന്ത്രിമാരടക്കം പ്രധാനമന്ത്രി അടക്കം വലിയ നിര തന്നെ പ്രചരണത്തിനിറങ്ങിയപ്പോൾ കാര്യമായ വലിയ സ്റ്റാർ പ്രചരണത്തിന് വേണ്ടി മറ്റ് സ്റ്റാർ മറ്റ് അംഗങ്ങൾ ആരും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്റ്റാർ പ്രചാരകരാരും ഡൽഹിയിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി വന്നിരുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഏതായാലും ഈ 8-ാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരിക. ഇതിന് മുന്നോടിയായി തന്നെ നാളെ നിശബ്ദ പ്രചരണം നടക്കുന്നു. ആ നിശബ്ദ പ്രചരണം കൂടി തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ആം ആദ്മി പാർട്ടിയും BJPയും അടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കം ആവേശകരമായ റാലി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഈ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ അലയടിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മാത്രവുമല്ല ഈ MP-മാരുടെ 8 MP-മാർ BJPയിലേക്ക് എത്തുന്നൊരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായല്ലോ. ഇതെല്ലാം BJPക്ക് ഒരു വലിയ വിജയസാധ്യത ഡൽഹിയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നില്ലേ ഈ ഒരു അവസാന ഘട്ടത്തിൽ പോലും? ദേവിക, ഈ 8 MLA-മാർ ആം ആദ്മിയുടെ 8 MLA-മാർ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചുകൊണ്ട് BJPക്കൊപ്പം വരികയുണ്ടായി. മാത്രമല്ല സ്വാതി മലിവാൾ രാജ്യസഭാ അംഗം ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗമാണ്. ആം ആദ്മി പാർട്ടിയുടെ നയങ്ങൾക്ക് എതിരായി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ജനങ്ങളെ വഞ്ചിക്കുകയാണ്, അഴിമതിയുടെ അഴുക്കുചാലിലാണ് ആം ആദ്മി പാർട്ടി എന്നുള്ളത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗമായ സ്വാതി മലിവാൾ പ്രതിഷേധിക്കുന്ന കാഴ്ച ഡൽഹിയിലെ ജനങ്ങൾ കണ്ടതാണ്. മാത്രമല്ല നിലവിലെ ഡൽഹിയിലെ അവസ്ഥ, മലിനമായ വായു, അതിനുവേണ്ടി പ്രത്യേക നടപടികളൊന്നും തന്നെ സർക്കാർ കൈക്കൊള്ളുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ഇത്തരം വായു മലിനമാകുമ്പോൾ അടുത്തുള്ള സംസ്ഥാനങ്ങളെ, ഹരിയാനയും അതേപോലെ തന്നെ പഞ്ചാബ് അടക്കമുള്ള ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളെ പഴി പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ മറ്റു ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടുവാൻ വേണ്ടി പലപ്പോഴും ആം ആദ്മി പാർട്ടി സർക്കാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഡൽഹിയിലെ യമുന നദിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ യമുന നദിയിൽ വിഷപ്പത പൊങ്ങി വലിയ മാലിന്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഡൽഹിയിൽ അപ്രതീക്ഷിതമായി മഴ പെയ്യുമ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഓടകൾ വൃത്തിയാകുന്നില്ല, അഴുക്കുചാലുകൾ വലിയ വേസ്റ്റുകൾ കൊണ്ട് നിറയുന്ന സാഹചര്യം, മാലിന്യ നീക്കം കൃത്യമായി നടക്കുന്നില്ല. ഇതെല്ലാം ജനങ്ങളെ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഡൽഹിയിലെ റോഡുകളുടെ അടക്കം ശോചനീയാവസ്ഥ ജനങ്ങൾ നേരിട്ട് കാണുന്നു. ഇത് തന്നെയാണ് BJPയും ചൂണ്ടിക്കാട്ടുന്നത്. ഈ കഴിഞ്ഞ ഇത്രയും വർഷം 25 വർഷം കോൺഗ്രസും ആം ആദ്മി പാർട്ടി സർക്കാരും ഭരിച്ചു. ഇനിയൊരു അവസരം നൽകണമെന്നുള്ളതാണ് BJP അഭ്യർത്ഥിക്കുന്നത്. ഇനി കുംഭനഗരിയിലെ വിശേഷങ്ങൾ. സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ വസന്ത പഞ്ചമി പുണ്യസ്നാനത്തിനായി എത്തിയത് ഭക്തലക്ഷങ്ങളാണ്. തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളായിരുന്നു ഒരുക്കിയത്. രാവിലെ 8 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ന് 62.25 ലക്ഷം ഭക്തരാണ് അമൃത സ്നാനം നടത്തിയത്. ഇതുവരെ 35 കോടി ജനങ്ങൾ മഹാകുംഭ നഗരിയിലേക്ക് തീർത്ഥാടനം നടത്തി. 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയിലെ 3ാം അമൃതസ്നാന ദിവസമായിരുന്നു ഇന്ന്. വസന്തപഞ്ചമി ദിനമായ ഇന്നത്തെ സ്നാനം പവിത്രമെന്ന് കരുതി ഭക്തർ അണമുറിയാതെയാണ് മഹാകുംഭനഗരിയിലേക്ക് ഒഴുകിയത്. സുരക്ഷാ ക്രമീകരണങ്ങൾ മികച്ചതായതിനാൽ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. और हमको पहले तो डर लगा था, रास्ते में लोगों ने बहुत बोला था कि भीड़ है और नहीं नहाने देंगे, हमको ऐसा बहुत धक्का लगा था। मगर फिर आए ना यहाँ पे तो हमको अच्छा लगा, जाने दिया। होटल पे गए तो भीड़ नहीं थी ज्यादा, अच्छे से नहाए हम लोग और भीड़ भाड़ बिल्कुल भी नहीं थी वहाँ पे, जितनी अफवाह थी उतनी नहीं थी. 13 അഖാഡകൾക്കും സ്നാനത്തിനായി പ്രത്യേകമായി സമയം ക്രമീകരിച്ചിരുന്നു. आज इस कुंभ महापर्व का अंतिम शाही स्नान है और इसको हम लोग बड़े धूमधाम से
सनातन परंपरा के अंतर्गत इस पर्व को सारे वैष्णव जगत के लोग इसको मनाते हैं। आज का बड़ा महत्व है। इस अमृत स्नान में सभी लोग सम्मिलित हो रहे हैं। बहुत बहुत प्रदेशवासियों को, देशवासियों को, सभी सनातन धर्मावलंबियों को इस सनातन अमृत स्नान महापर्व की बहुत बहुत बधाई, बहुत बहुत शुभकामना। മഹാകുംഭമേള പ്രത്യേക അനുഭൂതി നൽകിയെന്ന വിദേശങ്ങളിൽ നിന്നുമെത്തിയ തീർത്ഥാടകർ പോലും അഭിപ്രായപ്പെട്ടു. I'm from Japan and it's a great honor to be here at the Sai Snan with Arakara. Ganga, Yamuna and Saraswati coming together for the Amrit of the Kumbh Mela Snan. We are absolutely looking forward to this and we can feel the Shakti, the power and the energy in the air right now. ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേള 26 അവസാനിക്കും. ജനം, പ്രയാഗ്രാജ്. ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി. പശ്ചിമേഷ്യയ്ക്കായുള്ള ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണയുടെ തുടർ ചർച്ചകൾ ട്രംപും നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് പുനരാരംഭിക്കുക. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായതിനു ശേഷം അമേരിക്കയിലെത്തുന്ന ആദ്യ വിദേശ നേതാവാണ് ബെഞ്ചമിൻ നെതന്യാഹു. നാളെയായിരിക്കും ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സംബന്ധിച്ച തുടർ ചർച്ചകൾ ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക. നയതന്ത്ര തലത്തിലും ആഗോള സമാധാന വിഷയത്തിലും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നിർണായകമാണ്. ഇന്ന് പശ്ചിമേഷ്യയ്ക്കായുള്ള ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചകൾ നടത്തും. ട്രംപിന്റെ അന്ത്യശാസനത്തെ തുടർന്നാണ് ഇസ്രായേൽ ഹമാസ് ചർച്ചകൾ ഊർജിതമായത്. അധികാരത്തിലെത്തുന്നതിനു മുമ്പ് മുഴുവൻ ബന്ദികളുടെയും മോചനം നടപ്പായില്ലെങ്കിൽ ഹമാസിനെതിരെ കർശന നടപടിയെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. തുടർന്നാണ് ചർച്ചകളിൽ ശക്തമായ ഇടപെടൽ ഖത്തർ നടത്തിയതും ജനുവരി 19 വെടിനിർത്തൽ യാഥാർത്ഥ്യമായതും. മാത്രമല്ല, ഇസ്രയേലുമായി ആയുധ ഇടപാടുകൾ വരെ നടത്തുന്നതിനുള്ള ധാരണകളും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നും സൂചനകൾ പുറത്തുവരുന്നു. വാണിജ്യ വ്യവസായ രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള ധാരണകളും ചർച്ചകളിലുണ്ടാകും. ലോകം കാത്തിരിക്കുകയാണ് ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്കായി. പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്ന സംഭവ വികാസങ്ങളുടെ തുടക്കമായിരിക്കും നേതാക്കളുടെ കൂടിക്കാഴ്ചയെന്നും നിരീക്ഷകർ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. യൂറോപ്യൻ യൂണിയനും അധിക താരിഫ് ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ബ്രിട്ടനുമായി പരസ്പര ധാരണയിലെത്താമെന്നും ട്രംപ് സൂചന നൽകുന്നുണ്ട്. നേരത്തെ കാനഡയും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും ട്രംപ് അധിക താരിഫ് ചുമത്തിയിരുന്നു. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും സമാനമായി യൂറോപ്യൻ യൂണിയനും അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ്. അധിക തീരുവ സംബന്ധിച്ച് ബ്രിട്ടനുമായി ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% വീതവും ചൈനയ്ക്ക് 10%വുമാണ് താരിഫ് ചുമത്തിയത്. മെക്സിക്കോയും കാനഡയും തിരിച്ചും നികുതി ചുമത്തുകയും ചെയ്തു. ചൈന അധിക താരിഫ് ചുമത്തിയതിനെതിരെ ആഗോള വ്യാപാര സംഘടനയ്ക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. എത്ര ശതമാനമാണ് യൂറോപ്യൻ യൂണിയന് ചുമത്തുന്ന അധിക താരിഫ് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. ബ്രിട്ടനുമായുള്ള ധാരണയുടെ വിഷയത്തിലും കാര്യമായ വിശദീകരണം ട്രംപ് നൽകിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സംഗീത ലോകത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ഗ്രാമി പുരസ്കാരം പ്രഖ്യാപിച്ചു. സ്വപ്നവേദിയിൽ ഇത്തവണ ഭാരതത്തിനും അഭിമാന നേട്ടം. ബെസ്റ്റ് ന്യൂ ഏജ് ആൽബം വിഭാഗത്തിലെ പുരസ്കാരം ത്രിവേണിക്ക് ലഭിച്ചു. ഇൻഡോ അമേരിക്കൻ സംരംഭകയായ ചന്ദ്രിക ടണ്ണനും സംഘവുമാണ് 67ാമത് ഗ്രാമി പുരസ്കാരം സ്വന്തമാക്കിയത്. 94 വിഭാഗങ്ങളിലേക്കാണ് മത്സരം നടന്നത്. പാശ്ചാത്യ രീതിയും ഇന്ത്യൻ സംഗീതവും കോർത്തിണക്കിയ ആൽബമാണ് ത്രിവേണി. ദക്ഷിണാഫ്രിക്കയിലെ പുല്ലാങ്കുഴൽ വിദഗ്ധൻ വോട്ടർ കെല്ലർമാൻ, ജാപ്പനീസ് സെലിസ്റ്റ് എരോ മാറ്റ്സുമോട്ടോ എന്നിവർക്കൊപ്പമാണ് ചന്ദ്രിക ടണ്ടൻ പുരസ്കാരം സ്വന്തമാക്കിയത്. മികച്ച കൺട്രി ആൽബത്തിനുള്ള ഗ്രാമി അവാർഡ് നേടി ബിയോൺസി ചരിത്ര നേട്ടം കുറിച്ചു. കൗബോയ് കാർട്ടർ എന്ന ആൽബത്തിനാണ് പുരസ്കാരം. മികച്ച റാപ്പ് ആൽബത്തിനുള്ള പുരസ്കാരം അലിഗേറ്റർ ബൈറ്റ്സ് നെവർ ഹീൽ എന്ന ആൽബത്തിലൂടെ ഡോയ്ച്ചി സ്വന്തമാക്കി. ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന ആൽബത്തിലൂടെ സബ്രീന കാർപ്പന്റർ മികച്ച പോപ്പ് വോക്കൽ ആൽബത്തിനുള്ള പുരസ്കാരവും നേടി. സംഗീത പ്രേമികളുടെ ജനപ്രിയ റോക്ക് ബാൻഡായ ബീറ്റിൽസിന്റെ ഗാനവും ഇത്തവണ ഗ്രാമി കരസ്ഥമാക്കി. ബെസ്റ്റ് റോക്ക് പെർഫോമൻസ് വിഭാഗത്തിൽ നൗ ആൻഡ് ദെൻ എന്ന ഗാനമാണ് പുരസ്കാരം നേടിയത്. 8ാം തവണയാണ് ബീറ്റിൽസിന് ഗ്രാമി പുരസ്കാരം ലഭിക്കുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ നിരവധി ആരാധകരുള്ള സബ്രീന കാർപ്പന്ററിന്റെ എസ്പ്രസോ മികച്ച പോപ്പ് സോളോ പെർഫോമൻസായി തെരഞ്ഞെടുത്തു. ഇവരുടെ തന്നെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് മികച്ച പോപ്പ് വോക്കൽ ആൽബമായും നേട്ടം സ്വന്തമാക്കി. മികച്ച റാപ്പ് സോങ്ങായി നോട്ട് ലൈക്ക് അസും മികച്ച റോക്ക് സോങ്ങായി ബ്രോക്കൺ മാനും തെരഞ്ഞെടുക്കപ്പെട്ടു. 94 വിഭാഗങ്ങളിലേക്കാണ് മത്സരം നടന്നത്. ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയിൽ ദുരിതം അനുഭവിച്ചവരെ സ്മരിച്ചുകൊണ്ടാണ് ലോസ് ഏഞ്ചൽസിൽ 67ാമത് ഗ്രാമി പുരസ്കാര പ്രഖ്യാപന ചടങ്ങുകൾ ആരംഭിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജനം.
രാജ്യം രാജ്യാന്തരം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.